Hi everyone, welcome to the world of English. It is me, നിങ്ങളുടെ സ്വന്തം ഇയാസാർ ഫ്രം MS സൊല്യൂഷൻ. ഇനി എന്തിനും വേറൊരു സൊല്യൂഷൻ. എടാ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 4ാമത്തെ യൂണിറ്റ് ഉണ്ടല്ലോ. ആ 4ാമത്തെ യൂണിറ്റിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഗ്രാമർ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. വേറെ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമർ വേഗം നോക്കിക്കോ കേട്ടോ. വിത്തിൻ മിനിറ്റ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗ്രാമർ ഏതൊക്കെയാണ് പഠിക്കാനൊക്കെ നോക്കാം. ഓക്കെ, സോ നമ്മുടെ SLCൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്തിട്ടുണ്ട്, സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു 4ാമത്തെ യൂണിറ്റിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിപ്പോർട്ട് ദ ഫോളോയിങ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. റിപ്പോർട്ടഡ് സ്പീച്ച് കേട്ടോ. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് സാർ ആ കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ വരെ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറിയൊരു കട്ടിങ് ആണ് നിങ്ങൾ തന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ഒന്നാമത്തെ പാഠം ഉണ്ടല്ലോ, ശകുന്തള എന്ന് പറഞ്ഞിട്ടില്ലേ. സോ ശകുന്തള എന്നുള്ള ഇതിനാ ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് അറിയോ, ഈസ് ദ ഹെർമിറ്റ്സ് ദർ ചോദിക്കുന്നില്ല. ഈസ് ദ ഹെർമിറ്റ്സ് ഫാദർ ദർ. ഫാദർ കൺവ അല്ലേ, അതായത് കണ്വ മഹർഷി അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഹെർമിറ്റ്സ് പറയുന്നുണ്ട് നോ, ഹി ഹാസ് ലെഫ്റ്റ് എ ഡോക്ടർ ടു വെൽക്കം ഗസ്റ്റ് ആൻഡ് ഹി ഹാസ് ജസ്റ്റ് ഗോൺ ടു സോമതീർത്ഥ എന്ന് പറയുന്നുണ്ട്. ഇതിനെന്ത് ചെയ്യണം, ഇതിന് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റണം. ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ടിൽ ഏരിയയാണ് എന്ത് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. സാറേ എങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്യുക, ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. പക്ഷേ സംടൈംസ് ചില SR ക്വസ്റ്റ്യൻ വരുമ്പോൾ അല്ലെങ്കിൽ ഡു യു ഡിഡ് യു ഇങ്ങനെയൊക്കെ വരുമ്പോൾ സാർ ഞങ്ങളാകെ ടെൻഷൻ ആവാണ്. നിങ്ങളുടെ ഒരുപാട് കുട്ടികൾക്ക് പരാതികളൊക്കെ ഉണ്ടായേക്കാം. എല്ലാം നമ്മൾ പരിഹരിക്കും. നമ്മൾ വൈകാതെ നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിന്റെ വീഡിയോ എന്ത് ചെയ്യും, ഔട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിന്റെ ആൻസർ സാർ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നോക്കിക്കോ. എടാ നമ്മളോട് റിപ്പോർട്ടഡ് സ്പീച്ചിൽ SR ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, SR ക്വസ്റ്റ്യൻ റിപ്പോർട്ടഡ് സ്പീച്ചിൽ എന്താ പറയുക, നമ്മളുടെ ഡയറക്റ്റ് സ്പീച്ചിൽ ചോദിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ആഡ് ചെയ്യണം, ഇഫോ അല്ലെങ്കിൽ വെദറോ ആഡ് ചെയ്യണം കേട്ടോ. ഇഫോ അല്ലെങ്കിൽ വെദറോ. ഈസ് ദ ഹെർമിറ്റ് ഫാദർ ദർ എന്നുള്ളത് ഒരു SR ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് SR ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ അതിനെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഇതിൽ ഇങ്ങനെ ആയിരിക്കും. ഇവിടെ കണ്ടോടാം, ദ കിങ് ആസ്ക്ഡ്, രാജാവ് ചോദിച്ചു ആരോട്, ദ 2 ഹെർമിറ്റ്സ്, ആ 2 സന്യാസിമാരോട് ചോദിച്ചു. ഇനി നമ്മൾ പറഞ്ഞല്ലോ അതിനുശേഷം ഇവിടെ കൊടുത്തുള്ള എന്തായിരുന്നു, അവിടെ ഈസ് ദ ഹെർമിറ്റ്സ് ദർ എന്നായിരുന്നു അല്ലേ. ഈസ് ദ ഹെർമിറ്റ്സ് ദർ അത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ഇഫോ വെദറോ ആഡ് ചെയ്യണം. SR ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇഫോ വെദറോ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, വെദർ എന്ന് ചോദിച്ചു. വെദർ ദ ഹെർമിറ്റ് ഫാദർ, ഇവിടെ ഉണ്ടോ വെദർ ദ ഹെർമിറ്റ് ഫാദർ വെറും ദേറുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എന്ത് ആഡ് ചെയ്തു, ഒരു വാസ്. അവിടെ ഫാദർ കണ്വ മഹർഷി അവിടെ ഉണ്ടായിരുന്നോ എന്ന് രാജാവ് ആരോട് ചോദിച്ചു, ഹെർമിറ്റ്സിനോട് ചോദിച്ചു എന്നാണ് പറഞ്ഞത്. ഡയറക്റ്റ് സ്പീച്ചും റിപ്പോർട്ടഡ് സ്പീച്ചും 2 ആളുകൾ തമ്മിൽ സംസാരിക്കുന്ന സംസാരം കേട്ടിട്ട് മറ്റൊരു വ്യക്തി പോയി വേറൊരു വ്യക്തിയോട് പറയുന്നതിനാണ് എന്ത് പറയാ, റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നു. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. സാറിൻ്റെ കയ്യിൽ ഒരു പേനയുണ്ട് അല്ലേ, ഒരു പേനയുണ്ട്. ഇപ്പോൾ ഒരു പേന, ഈ വാച്ചും ഈ പേനയും തമ്മിൽ സംസാരിക്കുക. ഈ വാച്ചും ഈ പേനയും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു അല്ലേ. ഈ പെന്നും ഈ വാച്ചും സംസാരിക്കണം ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ കേട്ടിട്ട് ഇവർ തമ്മിൽ എന്തോ സംസാരിച്ചു. അത് ഞാൻ കേട്ടിട്ട് ഞാൻ ചെന്ന് മറ്റൊരു വ്യക്തിയോട് പറയുന്നത് എങ്ങനെയായിരിക്കും, അതാണ് എന്ത് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ SR ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇവിടെ SR ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. കണ്ടോ, ഇതിൻ്റെ ആൻസർ എന്തുണ്ട്, നോ എന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻ SR ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഇഫോ വെദറോ ചേർക്കണം, ഇവിടെ എന്ത് ചേർത്തു, വെദർ ചേർത്തു. സോ വെദർ ദ ഹെർമിറ്റ് ഫാദർ വാസ് ദർ, അതാണ് ഒന്നാമത്തതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞത് കേട്ടോ. സാറോട് വേണമെങ്കിൽ എഴുതിയിട്ട് വെക്കാം കേട്ടോ. നോക്കോ, ഇഫോ അല്ലെങ്കിൽ വെദറോ ചേർക്കണം കേട്ടോ. SR ക്വസ്റ്റ്യൻ വരുമ്പോൾ കേട്ടോ, യെസ് ഓർ നോ. SR ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് കൊടുക്കണം, ഇഫ് ഒരു മിനിറ്റ്, ഇഫ് അല്ലെങ്കിൽ എന്ത് കൊടുക്കണം, വെദർ. SR ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇഫോ അല്ലെങ്കിൽ വെദറോ കൊടുക്കൽ മസ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് കൊടുത്തു, വെദർ ഒന്ന് കൊടുത്തുട്ടോ. ദെൻ രണ്ടാമത്തെ എന്തായിരുന്നു, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നോ, ഹി ഹാസ് ലെഫ്റ്റ് ഹിസ് ഡോട്ടർ ടു വെൽക്കം ദ ഗസ്റ്റസ് ആൻഡ് ജസ്റ്റ് ഗോൺ ടു സോമതീർത്ഥ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിക്ക് മാറ്റുമ്പോൾ എങ്ങനെ, ഇവിടെ നോക്കിക്കോ, ഇവിടെ കണ്ടോ, നമ്മൾ ഒരിക്കലും നോ എന്നുള്ള സാധനം എന്തിൽ ആഡ് ചെയ്യില്ല. നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിക്ക് മാറ്റുമ്പോൾ നോ എന്ന് ഉണ്ടാവില്ല കേട്ടോ. ദ 2 ഹെർമിറ്റ്സ് റിപ്ലൈഡ് ദാറ്റ്. അതായത് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആൻസറിനെ, അതായത് ക്വസ്റ്റ്യൻ ചോദിക്കും, ഡയറക്റ്റ് സ്പീച്ചിൽ ഒരു ക്വസ്റ്റ്യനും ചോദിക്കും, ഒരു ആൻസറും പറയൂലേ. അപ്പോൾ ഈ ഡയറക്റ്റ് സ്പീച്ച് പിന്നെ പറയപ്പെടുന്ന ആൻസർ ഉണ്ടാവില്ലേ, ആ ആൻസർ നമ്മൾ മാറ്റുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ എന്ത് ആഡ് ചെയ്യും, ദാറ്റ് ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ദ 2 ഹെർമിറ്റ്സ്, ആ 2 ഹെർമിറ്റ്സ് റിപ്ലൈ ചെയ്തു ദാറ്റ്. ഞാൻ പറയുന്ന കാര്യം, നീ പറയാൻ പോകുന്ന കാര്യം എന്താ റിപ്പോർട്ട് ചെയ്ത്, ഹി ഹാസ് എന്നാണ് പറഞ്ഞത് അല്ലേ. ഇവിടെ പറഞ്ഞ എന്തായിരുന്നു, ഹി ഹാസ് ആയിരുന്നു. ഹാസ് ഓർ ഹാവ്, ഹാസോ അല്ലെങ്കിൽ ഹാവോ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് വരുമ്പോൾ അതിന് നമ്മൾ എന്താക്കി മാറ്റും, അതിന് നമ്മൾ ഹാഡ് ആക്കി മാറ്റും.
ഹാസ് ഓ ഹാവോ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഡയറക്റ്റ് സ്പീച്ചിൽ വരുമ്പോൾ അത് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എന്താക്കും, ഹാഡ് ആക്കി മാറ്റും. മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് ഹാസ് ആയിരുന്നു, അത് തെറ്റാണ് കേട്ടോ, അത് തെറ്റാണ്. നമുക്ക് കിട്ടേണ്ടത് എന്താണ്, ഹാഡ് ആണ് കേട്ടോ. ബിക്കോസ് ഇത് നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റിയേക്കാം കേട്ടോ. ഹി ഹാഡ് ലെഫ്റ്റ്, നേരത്തെ പറഞ്ഞതായിരുന്നു ഹി ഹാസ് ലെഫ്റ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ ഹി ഹാസിൽ എന്താക്കി, ഹാഡാക്കി. ഹിസ് ഡോട്ടർ എന്ന് പറഞ്ഞാൽ അവരുടെ മകൾ. ടു വെൽക്കം ദ ഗസ്റ്റസ് ആൻഡ് വീണ്ടും 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 ആൻഡ് ഹാസ് വീണ്ടും എന്ത് ചെയ്തു, ജസ്റ്റ് ഹാഡ് ആക്കി കേട്ടോ. ഹാഡ് ജസ്റ്റ് ഗോൺ. ഇവിടെ ഓൾറെഡി V3 ആണ്. ഒരു ഉദാഹരണം സാറ് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഗോൺ എന്നുള്ള എന്താ, ഗോ വെൻഡ് ഗോൺ. ഗോൻ്റെ V3 ആണ് എന്ത്, ഗോൺ എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണം ഇവിടെ വെൻഡ്, ഹി ഹാസ് വെൻഡ് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താക്കേണ്ടി വരും, അത് നമ്മൾ V3 ആക്കേണ്ടി വരും. ഓക്കെ, ഹാഡും ഹാസും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എപ്പോഴും എന്ത് ഉണ്ടാവുള്ളൂ, V3 ഫോം ഉണ്ടാവുള്ളൂ. V3 അറിയുള്ളൂ, V1 V2 V3 അല്ലേ. ഗോ വെൻഡ് ഗോൺ അറിയില്ലേ, റൈറ്റ് റോട്ട് റിട്ടൺ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ദ ടു ഹെർമിറ്റ്സ് റിപ്ലൈഡ് ദാറ്റ് കൊടുക്കണം. അതിനുശേഷം ഹി ഹാഡ്, ഹാസ് ഓർ ഹാവ് ഡയറക്റ്റ് സ്പീച്ചിൽ വന്നാൽ അതിനെ ഡയറക്റ്റ് സ്പീച്ചിൽ വന്നാൽ അതിനെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഹാസ് ഓർ ഹാവിനെ മാറ്റിയിട്ട് എന്താവും, ഹാഡ് ആക്കും എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ എന്ത് കുറച്ച് താഴേക്ക് വന്നപ്പോൾ വീണ്ടും ഹാസ് കൊടുത്തു. ഹാസ് വന്നതുകൊണ്ട് നമ്മൾ എന്താക്കി, ഹാഡ് ആക്കി. ഇവിടെ ഓൾറെഡി എന്തുണ്ട്, ഗോൺ ഓൾറെഡി V3 ആണ്, അതുകൊണ്ട് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, അത് ടു സോമതീർത്ഥ എന്ന് പറഞ്ഞുകൊണ്ട് അത് സെറ്റ് ചെയ്തു. ഓക്കെ, സെറ്റാണല്ലോ. ഇങ്ങനെ എന്തായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക, ഒരു റിപ്പോർട്ട് സ്പീച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്തായിരിക്കണം, ഒരു റിപ്പോർട്ട് സ്പീച്ചിൻ്റെ സെൻറ്റൻസ് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡയറക്റ്റ് സ്പീച്ച് ഒരു സെൻറ്റൻസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യം കിട്ടുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഹാസ് ഓർ ഹാവ് വന്നിട്ടുണ്ടോ, ഓക്സിലറീസ് വന്നിട്ടുണ്ടോ നോക്കണം, വെർബുകൾ ഉണ്ടോ, ഓക്സിലറീസ് ഉണ്ടോ, പ്രൊനൗൺസ് എന്തായാലും പ്രൊനൗണുകൾ എന്തായാലും മാറ്റം വരും. ഹി ഷീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റേണ്ടി വരും അല്ലേ. ഹി ഷീയിലേക്ക് മാറ്റേണ്ടി വരും. അതായത് യു ഉള്ളത് ആണാണെങ്കിൽ ഹി എന്നും പെണ്ണാണെങ്കിൽ ഷീ എന്നും മാറ്റേണ്ടി വരും അല്ലേ. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നോക്കിയാൽ മാത്രമേ റിപ്പോർട്ട് സ്പീച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സോൾവ് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ റിപ്പോർട്ട് സ്പീച്ച് അത്രയേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ശാകുന്തളം എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് വന്നതാണ്. ശാകുന്തളം എന്നല്ല, 7 ചാപ്റ്റർ നമുക്ക് പിന്നെ നമ്മുടെ എന്തിനു പഠിക്കാണ്ട്, ക്രിസ്മസ് എക്സാമിന് പഠിക്കാണ്ട് 7 അല്ലെങ്കിൽ 6 7 ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ 7 ചാപ്റ്ററിൽ നിന്ന് എവിടുന്ന് റിപ്പോർട്ട് സ്പീച്ച് വന്നാൽ നിങ്ങൾക്ക് റിപ്പോർട്ട് സ്പീച്ച് കിട്ടണം. ആ റിപ്പോർട്ട് സ്പീച്ചിന്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് സാർ വൈകാതെ വരുന്നുണ്ട്, വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഓക്കെ, സെറ്റ് ആണല്ലോ, ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ സാലിമലയുടെ ചാപ്റ്ററിൽ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബ്രാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യണം, ബ്ലാങ്ക് ആയ വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കാനുള്ള ഒരു ഏരിയ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നോക്കും, ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാലിമലയുടെ ചാപ്റ്ററിൽ നിന്ന് ഒരു ഏരിയ തന്നിട്ടുണ്ട്. ആ ഏരിയ ഇങ്ങനെ പറയുന്നത്, ഐ റീകാൾ വൺ പാർട്ടിക്കുലർ ഹയർ റേസിംഗ് ഇൻസിഡന്റ്. ഞാൻ ഒരു ഹയർ റേസിംഗ് ആയ ഇൻസിഡന്റ് പറയാം. എലോങ്ങിന് ശേഷം ഇവിടെ എന്തെടുക്കണം, ഇതിന് ഏതാണോ പറ്റിയ സാധനങ്ങൾ അത് എടുക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നോക്കിക്കോ, എലോങ് എന്നുള്ളത് എലോങ് ദ എന്ന് കൊടുക്കണം. അതിനുശേഷം ഹിമാലയൻ അൽമോറ ടു. അപ്പോൾ അൽമോറയിൽ നിന്ന് വേണം അല്ലേ, എന്നുള്ളതിന് പറ്റിയൊരു ഇതേതാ ഒരു പ്രിപ്പൊഷൻ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ ഫ്രം ഉണ്ട് അല്ലേ. അപ്പോൾ ബി എന്തായിരിക്കും, ബീൻ്റെ ആൻസർ നമ്മൾ എന്ത് ചെയ്തും, ഫ്രം എന്ന് ചെയ്തും. അതിനുശേഷം ടു ലിപ്പുലേക്ക് പാസിലേക്ക് പോകുന്ന വഴിയിൽ. അപ്പോൾ പോകുന്ന വഴിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയേണ്ടി വരും, ഇൻ മൈ വേ എന്ന് പറയലുണ്ട്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കണം, ഓൺ മൈ വേ എന്നായിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ സി എന്ത് കൊടുക്കണം, ഓൺ മൈ വേ എന്ന് കൊടുക്കണം. ടു മാനസറോവർ ആൻഡ് മൗണ്ട് കൈലാസ്, ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുക, ഇവിടെ ഇൻ 1945 എന്ന് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇറ്റ് വാസ് പാർട്ടിക്കുലർലി നാരോ പാർട്ട് ഓഫ് ദ ട്രയൽ. ഒരു ഇടുങ്ങിയ വഴിയാണ്. ആ ഇടുങ്ങിയ വഴിനോട് കൂടി വേറെ എന്തും കൂടെ ഉണ്ട്, കൂടെ വിത്താണ് നമ്മുടെ കൂടെയൊക്കെ യൂസ് ചെയ്യല്ലേ. അപ്പോൾ അതിന് കൂടെ എന്തും കൂടി ഉണ്ട്, അതിന് കൂടെ 1000 ഫീറ്റിലെ 1000ഓളം ഫീറ്റുള്ള എന്തുണ്ട്, എന്തും കൂടി ഉണ്ട്, ഒരു സാധനം കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം, 1000ഓളം ഫീറ്റിലെ വെർട്ടിക്കൽ സ്ക്രാപ്പ് ഓൺ വൺ സൈഡ്, ഒരു സൈഡിലൂടെ എങ്ങനെ ഉണ്ട് അല്ലേ, അതിൻ്റെ എന്നൊക്കെ പറയാം. അപ്പോൾ ഒരു വസ്തു അതിൻ്റെ എന്ന് പറയാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രിപ്പൊഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓഫ് ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ആൻസർ ദ ആണ്, രണ്ടാമത്തെ ആൻസർ ഫ്രം ആണ്, മൂന്നാമത്തെ ആൻസർ എന്താ, ഓൺ വരും, നാലാമത്തത് ഇന്ന് വരും, അഞ്ചാമത്തത് വിത്തും വരും, ആറാമത്തത് ഓഫും വരും. ഓക്കെ, സോ അതിന് ആൻസർ എന്ത് ചെയ്തിട്ടുണ്ട്, സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദ, ഫ്രം, ഓൺ, ഇന്ന്, വിത്ത്, ഓഫ് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രിൽസ് ആണ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബ്ലാങ്ക് അതൊരു ഏരിയ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടല്ലോ ബ്ലാങ്ക് ചെയ്തെടുക്കണം അല്ലേ. സോ ആ ബ്ലാങ്ക് ചെയ്ത ഭാഗത്തേക്ക് ബ്രാക്കറ്റിൽ നിന്ന് എഴുതി ചെയ്താനുള്ള ഒരു ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ദ വൈൽഡ് സ്വാൻസ് അറ്റ് കൂളി എന്നുള്ള ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിൻ്റെ
ആ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ യൂണിറ്റ്, ആ മൂന്നാമത്തെ യൂണിറ്റിൽ 3 പാഠങ്ങളുണ്ട്. ആ 3 പാഠങ്ങളിലെ മുഴുവൻ ആക്ടിവിറ്റികൾ എന്ത് ചെയ്യണം, മുഴുവനായിട്ട് വായിച്ചു നോക്കണം. അങ്ങനെ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കോളം കാണാൻ പറ്റും. ഇങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് സാർ ഇതൊക്കെ വെറുതെ അൺനെസസറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ എന്നൊക്കെ നിങ്ങൾ തോന്നുന്നുണ്ടാവും. പക്ഷേ നോക്കിക്കോടാ, നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സർക്കാർ പുറത്തിറക്കിയാലോ, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കിക്കോ, ആദ്യം നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാം. മാച്ച് ദ പ്രൊഫഷൻ ഇൻ കോളം വിത്ത് എ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഇൻ കോളം ബി. എ കോളം എടുത്ത് എന്ത് ചെയ്യുക, ബി കോളം തമ്മിൽ എന്ത് ചെയ്യുക, മാച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഒന്നാമത് കാർഡിയോളജിസ്റ്റ് ആണ്. കാർഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാം അല്ലേ, നമ്മുടെ ഹേർട്ടുമായി ബന്ധപ്പെട്ട ആളാണ്, നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട ആളാണ് അത് കാർഡിയോളജിസ്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, എ പേഴ്സൺ അല്ലേ ട്രീറ്റ് ഹേർട്ട് അല്ലേ, ഹേർട്ടുമായി ബന്ധപ്പെട്ട ആളാണ് കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിവിടെ നമ്പർ എഴുതാം കേട്ടോ, നമ്പർ 1 അല്ലേ. അപ്പോൾ ഇയാളാണത് ഒന്നാമതിന് ആൻസർ ഇതാണ്. പിന്നെ ജേർണലിസ്റ്റ്, ആരാണ് ജേർണലിസ്റ്റ് ചോദിക്കുന്നത്, ജേർണലിസ്റ്റിന് പറ്റിയ സാധ്യത ഇതിലുണ്ടോ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാം കേട്ടോ. നോക്കിക്കോ, എ റൈറ്റർ ഹു റിപ്പോർട്ട് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് എന്ത് പറയാം, ജേർണലിസ്റ്റ് എന്ന് പറയാം. പിന്നെ മൂന്നാമത്തത് ഫാർമസിസ്റ്റ് ആണ് എന്താ അറിയാലോ അല്ലേ. സോ ഫാർമസിസ്റ്റ് മറ്റു സംഭവങ്ങൾ ഇതിലുണ്ടോ എന്ന് ഇങ്ങനെ നോക്കാം. എ പേഴ്സൺ ഹു ഗീവ് ഔട്ട് എക്സ്പ്ലെയിൻസ് ഫ്രം മെഡിസിൻ കേട്ടോ, മൂന്നാമത്തത്. പിന്നെ നാലാമത്തത് ഡെന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ പല്ലുമായി ബന്ധപ്പെട്ടാണ് ഡെന്റിസ്റ്റ് എന്ന് പറയുന്നത്. സോ നാലാമത്തെ ആൾ ഇവിടെ ഉണ്ട്, ഡെന്റിസ്റ്റ് ഇവിടെ ഉണ്ട്. അഞ്ചാമത്തത് ബോട്ടണിസ്റ്റ് അറിയാലേ, ബോട്ടണി എന്ന് പഠിച്ചില്ലേ, ബോട്ടണി എന്താണ്, പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കണം ബോട്ടണി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അഞ്ചാമത് എന്തുണ്ട് ഇവിടെ ഉണ്ട്, ബോട്ടണിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അത് പിയാനിസ്റ്റ് പിയാനോവുമായി ബന്ധപ്പെട്ടാണെന്ന് പറയും, പിയാനിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആറാമത്തത് പിയാനിസ്റ്റ് ഏഴാമത്താണല്ലേ, പിയാനിസ്റ്റ് ഏഴാമത്താണ്. ഒരു ഡെർമറ്റോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊലിയുമായി ബന്ധപ്പെട്ട സ്കിന്നുമായി ബന്ധപ്പെട്ടവർക്ക് എന്താ പറയുക, ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആറാമത്തെ എന്താണ്, സ്കിൻ കേട്ടോ. പിന്നെ ആന്ത്രോപോളജിസ്റ്റ് നമ്മളെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഹ്യൂമൻ ഏൻഷ്യൻ്റ് ഹ്യൂമൻ കൾച്ചറിനെ കുറിച്ച് പഠിക്കണം എന്ന് പറയാം. ഇയാൾ പറയാം ഇവിടെ 6 അല്ലല്ലേ, ഇവിടെ 8 ആണല്ലേ, സോരട നമ്മൾ എന്ത് കൊടുക്കണം, ഇവിടെ 8 എന്ന് കൊടുക്കണം. അപ്പോൾ അവൻ ഈ കോളം നമ്മൾ ഈ കോളം ഫുള്ളാക്കി അവിടെ സാറിന് ആൻസർ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. കാർഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹേർട്ടുമായി ബന്ധപ്പെട്ടതാണ്, ജേർണലിസ്റ്റ് ന്യൂസ് റിപ്പോർട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സിമ്പിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സാർ ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നത്, ചെറിയ കാര്യങ്ങളല്ലേ ചോദിക്കുന്നുണ്ടാവും. പക്ഷേ ഇന്നാണ് ഇത് കണ്ടോ, നമ്മുടെ ഈ സർക്കാർ പുറത്തിറക്കിയ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 33ാമത്തെ കേട്ടോ, 33ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതാണ്. കോളം എ കോളം ബി, എ കോളത്തിലേക്ക് എടുത്ത് ചെയ്താണുള്ളത്, താഴെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനും ഇനി നിങ്ങളുടെ എക്സാമിന് ചോദിച്ചേക്കാം, മറന്നു പോവണ്ട. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ SLCക്ക് സർക്കാർ ഇറക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യനെയും നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനും എക്സാമിന് ചോദിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുള്ള എന്താ, ഡോക്ടർ ഹൂ സ്റ്റഡീസ് സ്കിൻ ഡിസീസ് അല്ലേ, സ്കിന്നുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു എന്താണ്, ഡെർമറ്റോളജി ആണ് നമ്മൾ പറഞ്ഞു. അതിന് ശേഷം എന്താ, എ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ കൾച്ചേഴ്സ് എന്ന് പറയുന്നുണ്ട് അല്ലേ, അത് ആന്ത്രോപോളജിസ്റ്റ് ആണ് നമുക്കറിയാം. സ്റ്റഡീസ് പ്ലാന്റിനെ കുറിച്ച് പഠിക്കുന്നവർ എന്ത് പറയും, ബോട്ടണിസ്റ്റ് എന്ന് പറയും. പിന്നെന്താ, ഗീവ്സ് ഔട്ട് എക്സ്പ്ലെയിൻസ് മെഡിസിനെ കുറിച്ച് പറയുന്ന നമ്മൾ എന്ത് പറയും, ഫാർമസിസ്റ്റ് എന്ന് പറയും. നോക്കിക്കോ, നമുക്ക് എഴുതാനുള്ളത് 4 ആൻസേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ 5 ആൻസർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് എക്സ്ട്രാ ഉണ്ട്. ഈ എക്സ്ട്രാ ഉള്ള സാധനത്തിന്റെ പേരാണ് കാർഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹേർട്ടുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കേട്ടോ. മറന്നു പോവണ്ട, നമ്മളെ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യിപ്പിക്കാൻ 5 ആൻസർ തന്നേക്കാം. പക്ഷേ നമ്മൾക്ക് ആവശ്യത്തിനുള്ളൂ, നമുക്കിവിടെ 4 ആൻസർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ എന്നുള്ള നഗ്നമായ സത്യം നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. മാറി എഴുതരുത്, അപ്പുറത്തെ ആദ്യം നിങ്ങൾ നോക്കിയതാണ് നിൽക്കരുത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, ഒരു ഐഡിയ വേണം. ഓക്കെ, സ്വന്തമായിട്ട് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രാമർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫുള്ളാക്കാൻ സാധിക്കുള്ളൂ. സോ നെക്സ്റ്റ് നോക്കിക്കോ. നെക്സ്റ്റ് ഇതും ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് ഇനി വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, സോ ഇനി വന്നേക്കാം. ഇത് നിങ്ങളുടെ ആ ഒരു യൂണിറ്റിലെ ആക്ടിവിറ്റികളിലൊക്കെ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിക്കോ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ കറക്റ്റ് ടെൻസ്, പ്രസന്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നുണ്ട്. സിമ്പിൾ പ്രസന്റോ അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് വെച്ച് എന്ത് ചെയ്യണം, ഈ ഒരു ബ്ലാങ്ക് നിങ്ങൾ ഫില്ലാക്കണം പറയാം. ദ ഷിപ്പ് സെയിൽ, ദ സയൻസ് ഫയർ ബിഗിൻ അല്ലേ, ഐ ആം ഗോ, വി ആർ ഹാവ് എന്ന് കൊടുത്തിട്ടുണ്ട്, ദേ ആർ ഗോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അടുത്ത ഇതിലുണ്ട്. നോക്കിക്കോ, ഇവിടെ എന്ത് മാറ്റാ വരുന്നത് ശരിക്കും കണ്ടോ. ദെൻ സെയിൽ കണ്ടോ, ദ ഷിപ്പ് സെയിലിനെ കൊടുത്ത് സെയിൽ. അപ്പോൾ ഇതേ നമ്മൾ എന്താക്കണം, ഇത് ഇവിടെ നമ്മൾ മാറ്റിയത് സിമ്പിൾ പ്രസൻറ്റ് കേട്ടോ, സിമ്പിൾ പ്രസൻറ്റ് സബ്ജക്റ്റ് എസ് ഫോം കൊടുക്കുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ആയിരിക്കും. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ത്, പ്രസൻറ്റ് സിമ്പിൾ എന്ന് കണ്ടു. അപ്പം സിമ്പിൾ പ്രസൻറ്റിലേക്ക് മാറ്റി. രണ്ടാമത്തത് ദ സയൻസ് ഫെയർ ബിഗിൻസ്, ഇതും തന്നെയാണ്, ഇതും സിമ്പിൾ പ്രസൻറ്റ് തന്നെയാണ്. ദെൻ മൂന്നാമത്തത് ഗോയിങ്
ഗോയിങ് എന്ന് ഐ എൻ ജി ഫോം കൊടുത്തില്ലേ, ഐ എൻ ജി ഫോം കൊടുക്കുമ്പോൾ പ്രസന്റ് എന്താ, ഐ എൻ ജി ഫോം എപ്പോഴും എന്തായിരിക്കും, ഐ എൻ ജി ഫോം വന്നാൽ അത് എപ്പോഴും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും കേട്ടോ. ഐ എൻ ജി ഫോം വന്നാൽ എപ്പോഴും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ദെൻ വി ആർ ഹാവിങ് ഐ എൻ ജി ഫോം ആണ്, ഐ എൻ ജി ഫോം ആകുമ്പോൾ എന്തുതന്നെയായിരിക്കും, കണ്ടിന്യൂസ് തന്നെയായിരിക്കും. പിന്നെ വീണ്ടും ഗോയിങ് ഐ എൻ ജി ഫോം വരുമ്പോൾ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. മറക്കണ്ട, ഐ എൻ ജി ഫോം വന്നാൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. എസ് ഫോം വന്നാൽ അത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. എസ് ഫോം വരുമ്പോൾ സിമ്പിൾ പ്രസന്റ് ആയിരിക്കും, ഐ എൻ ജി വരുമ്പോൾ കണ്ടിന്യൂസും ആയിരിക്കും. ഇവിടെ കിട്ടിയ എല്ലാ സാധനത്തിനും സെയിൽ, ബിഗിന്, ഗോ. ഇവിടെ എന്ത് ചെയ്തു, സെയിൽ നമ്മൾ സെയിൽസ് അല്ലേ, സെയിൽ നമ്മൾ എന്താക്കി, സെയിൽസ് എന്നാക്കി. ബിഗിൻസ് നമ്മൾ ബിഗിൻ നമ്മൾ എന്താക്കി, ബിഗിൻസ് എന്നാക്കി. പിന്നെ ഗോ നമ്മൾ എന്താക്കി, ഗോയിങ് എന്നാക്കി. ഹാവിനെ നമ്മൾ എന്താക്കി, ഹാവിങ് എന്നാക്കി. വീണ്ടും ഗോനെ നമ്മൾ എന്താക്കി, ഗോയിങ് എന്നാക്കി കേട്ടോ. അപ്പോൾ ഗോയിങ് ഹാവിങ് ഐ എൻ ജി ഫോം വന്നാൽ കണ്ടിന്യൂസ് ആയിരിക്കും. എസ് ഫോം വന്നാൽ എന്തായിരിക്കും, സിമ്പിൾ പ്രസന്റും ആയിരിക്കും. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ് യൂണിറ്റ് 3 എന്ന് പറഞ്ഞിട്ടുള്ളത്. എല്ലാ നമുക്ക് 6 ചാപ്റ്റർ പഠിക്കാണ്ടല്ലേ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് 6 അല്ലെങ്കിൽ 7. സാർ എന്തിനാ ഈ 6, 7 എന്ന് പറയാൻ ചാൻസ് എന്താ അറിയോ, നമ്മൾ 3ാമത്തെ യൂണിറ്റ് 4ാമത്തെ യൂണിറ്റ് എന്തായാലും ഈ 6 ചാപ്റ്റർ ഉണ്ട്. നമ്മുടെ സീഡ്ലിംഗ് എന്നൊരു പോയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മുടെ 2ാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് പോയം. ആ പോയം ഓണം എക്സാമിന് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് അതും കൂടി കൂടിയിട്ടാണ് സാർ എന്ത് പറയുന്നത്, 7 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ശരിക്ക് സെറ്റാക്കിയിട്ട് പഠിച്ചോ. ഇന്ന് നമ്മൾ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ഉള്ള വളരെ 2-3-4 ക്വസ്റ്റ്യൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ തരുന്നുള്ളൂ. ഇത് മാത്രം പഠിച്ചാൽ മതി, മനസ്സിലായോ? ഇത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ നിങ്ങളോട് പറയാനുള്ള റിപ്പോർട്ടഡ് സ്പീച്ച് സാർ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ലേ സാറ് പറഞ്ഞത്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുമോ എന്ന് പല കുട്ടികളും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും, അതുമായി റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അടിപൊളിയായിട്ടൊരു വീഡിയോ ആയിട്ട് സാറ് വൈകാതെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം മക്കളെ. ഇറ്റ് ഈസ് മീ ഇയാസ് സാർ ഫ്രം എം എസ് സൊല്യൂഷൻ. ഇനി എന്തിനും വേറെ സൊല്യൂഷൻ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ചാച്ചാ, ബൈ ബൈ, സി യു.